അച്ഛന് എപ്പോഴാ ശരിക്കും എന്നോട് സ്നേഹം തോന്നി തുടങ്ങിയത്? ശരിയാണല്ലോ. എപ്പോഴായിരുന്നു അറിയില്ല. ഞാൻ എന്റെ മോളോട് എന്ത് പറയും? എന്താ അച്ഛാ? മോളെ, അത് എന്താ പറയേണ്ടെന്ന് അച്ഛനൊരു ഉത്തരം കിട്ടുന്നില്ല. അച്ഛനറിയില്ല മോളെ. അച്ഛന്റെ മനസ്സിൽ വലിയ കുറെ ഭാരങ്ങളുണ്ടായിരുന്നു. ഈ ഭാരങ്ങളുടെ എല്ലാം കാരണം എന്റെ മോളായിരുന്നെന്നാ അച്ഛൻ കരുതിയിരുന്നത്. പക്ഷെ എപ്പോഴും എനിക്ക് മനസ്സിലായി, നീയല്ല. നീ എന്നോട് എന്ത് തെറ്റ് ചെയ്തു? അങ്ങനൊരു തോന്നൽ എപ്പോഴോ എന്റെ മനസ്സിൽ പതിയെ ഉണ്ടായി തുടങ്ങുമായിരുന്നു. അങ്ങനെ ഉണ്ടായി തുടങ്ങിയപ്പോ മുതൽ ഞാൻ നിന്നോട് ചെയ്ത തെറ്റെല്ലാം തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഏതോ ഒരു നിമിഷത്തിൽ എന്റെ മനസ്സിന്റെ ഭാരമായിരുന്ന മഞ്ഞെല്ലാം ഉരുകിപ്പോയി. അച്ഛന് ഓർമ്മയുണ്ടോ? എന്റെ ചെറുപ്പത്തില് അച്ഛൻ തിരക്കുകളെല്ലാം കഴിഞ്ഞ് വരുമ്പോ ചിലപ്പോ ഒരുപാട് ലേറ്റ് ആവും. അന്ന് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നേ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഉറങ്ങാതെ അച്ഛന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അന്നെനിക്ക് ചെറിയമ്മയായിരുന്നു ഭക്ഷണം തന്നിരുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് മോളെ. അന്നൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛന്റെ മടിയിലിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നൊക്കെ. പക്ഷെ എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവതിയായ മോള് ഞാന്. ആർക്കാച്ച ഇങ്ങനൊരു ഭാഗ്യം കിട്ടുന്ന? അച്ഛൻ മുമ്പിലുണ്ടായിരുന്നിട്ടും അച്ഛന്റെ സ്നേഹം കിട്ടാതെ വർഷങ്ങളോളം തപസ്സിരുന്ന് ആ സ്നേഹം കിട്ടുന്നൊരു നിമിഷമുണ്ടല്ലോ, ആ സ്നേഹം ലഭിക്കുമ്പോൾ സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം ഈ ലോകത്ത് എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ കാര്യത്തില് ഞാൻ അഹങ്കരിക്കുന്നുണ്ട് അച്ഛാ. ഞാൻ അച്ഛനെ വിഷമിപ്പിച്ചെങ്കിൽ സോറി. നിന്റെ സന്തോഷം എനിക്ക് മനസ്സിലാവും. പക്ഷേ ആ സന്തോഷത്തെക്കാൾ കൂടുതൽ എനിക്ക് സങ്കടമാണെന്ന് നീ മനസ്സിലാക്കിയില്ലേ? നീ എന്നെ സമാധാനിപ്പിക്കാൻ നോക്കല്ലേ? അല്ലച്ച, ഞാൻ സത്യമായിട്ടും പറഞ്ഞതാ. എനിക്ക് മനസ്സിലായി. ഇനി നമ്മൾ സംസാരിച്ചോണ്ടിരുന്ന നീ ഞാനും ഇവിടെ ഇരുന്ന് കരയും. അതുകൊണ്ട് വന്നേ, കൈ കഴുകാം. അകലേ നോവിനാലേ